الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധയോടെ കണിശതയോടെ പുലർത്താൻ ശ്രദ്ധിക്കണമെന്നും ശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അള്ളാഹു അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യർ ഈ ലോകത്ത് അവന് ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായ നേട്ടമെന്ന് പറഞ്ഞാൽ ഹിദായത്ത് ലഭിക്കുക എന്നത് തന്നെയാണ്. സിട്ടാവായ പടച്ചവനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും അവന്റെ വഴിയിൽ നടക്കുവാനും അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം കൊണ്ടുപോകാനും നാളെ പരലോകത്ത് അവന്റെ ഏറ്റവും ഹൃദ്യമായ സ്വീകരണം ഏറ്റുവാങ്ങാനും കഴിവ് നേടിയവരാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് നാം മനസ്സിലാക്കുന്നതാണ്, നാം ഉൾക്കൊള്ളേണ്ടതുമാണ്. ഏറ്റവും വലിയ പ്രമാണിയായി ജീവിക്കുന്ന മനുഷ്യൻ, ഏറ്റവും എല്ലാത്തിനും കഴിവും മികവും തികവുമൊക്കെയുള്ള മനുഷ്യൻ, അവന് ഹിദായത്ത് കിട്ടാതെ പോയാൽ അതൊരു വലിയ നഷ്ടമായി അവനത് മാറും എന്ന ചിന്ത ഈ ലോകത്ത് നിന്ന് അവൻ നേടിയെടുക്കേണ്ട ഒന്നാണ്. നമ്മൾ പലർക്കും പല സമ്മാനങ്ങളും കൊടുക്കാറുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കും, നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കാറുണ്ട്. ഏറ്റവും മഹത്തായ സമ്മാനം അവർക്ക് ഹിദായത്തിനുള്ള വഴി കൊടുക്കലാണ്. അതിനപ്പുറം വലിയൊരു സമ്മാനമൊന്നും ഇല്ല എന്ന് നാം തിരിച്ചറിയണം. കാരണം അത്രമേൽ വലുതാണ് ഹിദായത്ത് എന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തക്കാർ, ബന്ധക്കാർ, ഇഷ്ടപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, അയൽപ്പക്കക്കാർ, നാട്ടിലുള്ളവർ, ഇങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെയും കൊടുക്കാനുള്ള ഏറ്റവും മഹത്തായ സമ്മാനമാണ് ഹിദായത്ത്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ ഹിദായത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും വലുതായിരുന്നു. പ്രവാചകൻ അത് പറയുന്നുണ്ട്. ഒരു വലിയ തീക്കുണ്ടാരം, ആ തീക്കുണ്ടാരത്തിന് ചുറ്റും ഈയാമ്പാറ്റകൾ അങ്ങനെ ഓടിയെടുക്കുന്നു, പറന്നെടുക്കുന്നു. അതിലേക്ക് വീണ് ചത്തുപോകുന്ന, അതല്ലെങ്കിൽ തകർന്നു പോകുന്ന, നശിക്കാവുന്ന തരത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യരെ നിങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഒരു വലിയ തീക്കുണ്ടാര, നരകത്തിലേക്ക് നിങ്ങൾ എത്താവുന്ന അവസ്ഥകളിൽ ഇങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചു വലിക്കുകയായിരുന്നു എന്റെ ദൗത്യം. എന്നെ നിയോഗിച്ചത് അതിനു വേണ്ടിയാണ്. ഞാൻ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൗത്യം നിർവഹിച്ചത് കൊണ്ടാണ് എത്രയും ആളുകൾ, ഏറെക്കുറെ ആളുകൾ അങ്ങനെ പിന്മാറാൻ തയ്യാറായി വന്നത്. പക്ഷെ എന്നിട്ടും കൊതറിപ്പോവുകയാണ് നിങ്ങൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. തീരാനഷ്ടത്തിൽ, വലിയ അപകടത്തിലേക്ക് നമ്മുടെ മക്കളെത്താൻ പോകുന്നു, നമ്മുടെ കുടുംബങ്ങൾ എത്താൻ പോകുന്നു, നമ്മുടെ അയൽപ്പക്കം എത്താൻ പോകുന്നു, നമ്മുടെ സമൂഹം എത്താൻ പോകുന്നു. അവിടെ നമുക്ക് ഉത്തരവാദിത്തമില്ലേ? ഉണ്ട്. ആ ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അതാണ് നമ്മുടെ ദഅവത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ദഅവത്ത് എന്ന് പറയുന്നത് അതാണ്. അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അള്ളാഹുവിലേക്കുള്ള ആളുകളെ വിളിക്കൽ, ആ വഴിയിലേക്കുള്ള വഴി തുറന്നുകൊടുക്കൽ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. സംഘടന അതിന്റെ ഒരു ഭാഗമാണ്. പള്ളികളും മദ്രസകളും അതിന്റെ ഭാഗമാണ്. അതുപോലെ ഖുർആൻ ക്ലാസുകൾ അതിന്റെ ഭാഗമാണ്. ഇങ്ങനെ തുടങ്ങി സമൂഹത്തിനെ ഈ രീതിയിൽ അരാജകത്വത്തിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന്, അന്ധവിശ്വാസത്തിൽ നിന്ന്, വേണ്ടാവൃത്തികളിൽ നിന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുപോരാനുള്ളൊരു വഴി. ഈ വഴി ആരൊക്കെ നിർവഹിക്കുന്നോ അത് ശ്ലാഘനീയമാണ്. അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ പ്രവർത്തനം നടത്തുന്നവരാണ്. പ്രവാചകന്മാരുടെ പിന്തലമുറക്കാരാണവർ. പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യത്തിന്റെ പിന്തലമുറക്കാർ. അതാണ് അതിന്റെ പ്രത്യേകത. നോക്കൂ നിങ്ങൾ, ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല വാക്കുച്ചരിച്ചവൻ, ഏറ്റവും നല്ല പ്രവൃത്തി നടത്തിയവൻ ആരാ? അള്ളാഹ് ചോദിക്കുന്നു, അള്ളാഹ് പറഞ്ഞു തരുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല വാക്കുച്ചരിച്ചവൻ, ഏറ്റവും നല്ല പ്രവൃത്തി നടത്തിയവൻ ആരാ? അള്ളാഹ് പറയുന്നത്, അവൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിച്ചവൻ. അതാണ് അല്ലാഹുവിലേക്ക് ക്ഷണിച്ചവൻ. നമുക്ക് ക്ഷണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരാളെങ്കിലും ആ ക്ഷണം ഒരു മൈക്ക് കെട്ടി പ്രസംഗിക്കൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതമാണ്. ഇതാ ഞാൻ ജീവിക്കുന്നത് കണ്ടില്ലേ, എന്റെ ഉള്ള് ശുദ്ധമാണ്, എന്റെ പുറവും ശുദ്ധമാണ്. എന്റെ ജീവിതക്രമം കണ്ടാൽ, എന്റെ സത്യസന്ധത കണ്ടാൽ, ഞാനൊരു കച്ചവടക്കാരനാണ്, ഞാനൊരു അഭ്യസ്തവിദ്യ ഉള്ള ആളാണ്, ഞാൻ നല്ല കഴിവും മികവും തികവും ഒക്കെയുള്ള ആളാണ്. എനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് എന്നെ കണ്ട് മനസ്സിലാക്കാൻ കഴിയണം. എന്റെ ക്വാളിറ്റി അതാണ്. ഞാൻ റസൂലിൽ നിന്നെടുത്ത ക്വാളിറ്റിയാണത്. ഞാൻ ഖുർആനിൽ നിന്ന് പഠിച്ച ക്വാളിറ്റിയാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സത്യസന്ധത, എന്റെ വിശ്വാസം, എന്റെ ഈ നന്മ, അത് കണ്ട് എനിക്ക് ചുറ്റുമുള്ള ആളുകൾ, ഇതാ അയാളുടെ ജീവിതം, അയാളുടെ പ്രവർത്തനം, അയാളുടെ വാക്ക്, അയാളുടെ ഇടപെടലുകൾ, ഇതാണല്ലോ ശരി എന്നതും ദഅവത്താണ്. അങ്ങനെ നല്ല വാക്കുച്ചരിച്ചവൻ, നല്ല പ്രവൃത്തി നടത്തിയവൻ, അവനേക്കാൾ ഉത്തമൻ ആരുണ്ട് എന്നതാണ്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അയാൾ ആ പണിയൊക്കെ എടുക്കുന്നത് ഇസ്ലാം, മുസ്ലിം, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സത്യം പറയുന്നത്? ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട്. എന്താ നിങ്ങളുടെ ക്രയവിക്രയത്തിൽ ഇത്ര സത്യസന്ധത? ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട്. എന്താ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം? ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട്. ഒരു അന്യനെ സഹായിക്കുമ്പോൾ, രോഗിയെ സഹായിക്കുമ്പോൾ, ഒരു നാട്ടിൽ ഒരു നല്ല പ്രവൃത്തി നടത്തുമ്പോൾ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ, ഒരു പള്ളിയും പരിപാലനവുമായി നടക്കുമ്പോൾ, ഒരു സംഘടനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ, അതിൽ നിങ്ങളോട് അല്പം ഫണ്ട് ചോദിക്കുമ്പോൾ, ആ ഫണ്ട് എന്തിനുള്ളതാ? അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനാ, അള്ളാന്റെ മാർഗത്തിൽ പണിയെടുക്കാനാ, പടച്ച തമ്പുരാന്റെ വഴിയിലേക്ക് എന്തെങ്കിലും ചെയ്യാനാ. ചിലപ്പോൾ ഓടി നടക്കുന്നവർ കുറവായിരിക്കും. എല്ലാവർക്കും ഓടി നടക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എല്ലാവർക്കും ഇതുപോലെ സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അവർക്ക് ചെയ്യാനുള്ളൊരു ബാധ്യതയുണ്ട്. അവരുടെ സമ്പത്ത് കൊണ്ട് ദഅവത്താണ്. അവരുടെ സമ്പത്തിൽ ഒരു വിഹിതം, ഒരു ദിവസത്തെ വരുമാനം, 2 ദിവസത്തെ വരുമാനം, 3 ദിവസത്തെ വരുമാനം ഇല്ല. എന്റെ സമ്പത്തിൽ ഒരു വിഹിതം
പടച്ചോന്റെ വഴിയിലേക്ക്. പള്ളിയും സ്ഥാപനങ്ങളും സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന അലക്കും വീഴ്പ്പലക്കലും പ്രശ്നങ്ങൾക്കും മാത്രമുള്ളതല്ല. അത് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനിടക്ക് നടക്കുന്ന വളരെ കൃത്യവും വ്യക്തവും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, വളരെ കൃത്യമായി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, ശിർക്കില്ലാത്ത, കുഫറില്ലാത്ത ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പേബാധകളും അതുപോലെ തന്നെ ഭൂതങ്ങളും ജിന്നും സിഹറും തുടങ്ങിയ സാധനങ്ങളൊന്നും കടന്നു വരാത്ത പ്യുവറായ ഖാലിസൻ മുഖ്ലിസൻ എന്ന് പറഞ്ഞ പടച്ച തമ്പുരാന്റെ പക്കലേക്ക്, പടച്ചവനിലേക്ക് കൃത്യമായി ക്ഷണിക്കുന്ന, പ്രവർത്തിക്കുന്ന സംഘടനാവർക്ക് ദഅവത്താണ്. ആ രീതിയിൽ പടച്ചവനിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഉത്തമൻ ആരുണ്ട്? നല്ല വാക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മുടെ വാക്കതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്ന എന്റെ സാക്ഷ്യം. അതുപോലെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിൽ, ഈ വിശ്വാസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ, ഞാൻ അനുധാവനം ചെയ്യുന്ന പ്രവാചകൻ വിശ്വാസമാണ്. അത് വലിയ വാക്കാണ്. അതിനേക്കാൾ മുന്തിയൊരു വാക്കില്ല. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരുത്തന്റെ അവസാനത്തെ വാക്കും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിലോ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. അത്രമേൽ മുന്തിയതാണ് ഈ വാക്ക്, അത്രമേൽ മുന്തിയതാണ് ഈ പ്രവർത്തനം, അത്രമേൽ പ്രസക്തവും വളരെ പ്രബലവുമായതാണ് ഈ പ്രവർത്തനവും, ഈ വാക്കും, ഇതുമായി ബന്ധപ്പെട്ട വിനിയോഗങ്ങളും, ഇതിലേക്ക് നമ്മുടെ സമയം ചെലവഴിക്കലും, ഇതോടൊന്ന് അടുത്തു നിൽക്കലും, ഇതിനുവേണ്ടി ഫണ്ട് ചെലവഴിക്കലും ഒക്കെ എന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ദഅവത്ത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചവനിലേക്കുള്ള ക്ഷണമാണ്. നമുക്കതിന് ബാധ്യതയുണ്ട്. അള്ളാഹു നേരിട്ട് വന്ന് ആരെയും ക്ഷണിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഈ മുഴുവൻ അത്ഭുതങ്ങളും ഈ പ്രപഞ്ചത്തിൽ വിന്യസിച്ചുകൊണ്ട് ബുദ്ധി തന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. കണ്ടില്ലേ ആകാശം, കണ്ടില്ലേ ഭൂമി, കണ്ടില്ലേ രാപ്പകലുകളുടെ മാറ്റം, കണ്ടില്ലേ മഴ വർഷിക്കുന്നത്, കണ്ടില്ലേ ഭൂമിയും അതുമായി ബന്ധപ്പെട്ട നമ്മൾ ശ്വസിക്കുന്ന വായുവും വെള്ളവും, നമ്മൾ തന്നെ, നമ്മുടെ ശരീരം തന്നെ, ഇങ്ങനെ തുടങ്ങി മനുഷ്യനെ ചിന്തിക്കാവുന്ന എല്ലാ അത്ഭുതങ്ങളും ഇട്ടേച്ചു പോയ അള്ളാഹു കൃത്യമായി നിർവഹിച്ച്, ദൗത്യം നിർവഹിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്ന ഒരു പടച്ചോൻ. ആ പടച്ചോനിലേക്ക് ക്ഷണിക്കണം. ആ പടച്ചോനെ റബ്ബുള്ളൂ. ആ പടച്ചോനാണ് ആരാധ്യൻ. ആ പടച്ചവനാൻ രക്ഷകൻ. ആ പടച്ചവനാ ശിക്ഷിക്കുന്നവൻ. ആ പടച്ചവൻ മരിപ്പിക്കും. ആ പടച്ചവൻ പരലോകത്ത് ചോദ്യം ചെയ്യും. ആ പടച്ച തമ്പുരാൻ പരലോകത്ത് രക്ഷാശിക്ഷകൾ നടപ്പിലാക്കും. സ്വർഗമുണ്ടവിടെ, നരകമുണ്ടവിടെ, മരണത്തിന് ശേഷം ബർസഖിയായ ലോകമുണ്ട്. പടച്ചോനല്ലാതെ മറ്റൊരാൾക്കും അതിൽ കൺട്രോളില്ല എന്ന് കൃത്യമായി ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയണം നീ. അല്ലാഹു പറയാ, നീ അറിയണം. നിനക്ക് അറിയാതിരിക്കാൻ പറ്റൂല മനുഷ്യ, നിനക്കറിയാതിരിക്കാൻ പറ്റൂല. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് നിനക്കറിഞ്ഞേ പറ്റൂ. ലോകത്തുള്ള എല്ലാ മനുഷ്യരോടുള്ള പ്രഖ്യാപന പടച്ചോന്റെ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ പ്രകാശമാണ് ആ പടച്ചവൻ. മതലു നൂരിഹി കമിഷ്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ പ്രകാശത്തെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ഖുർആൻ. പ്രകാശമാണ് അള്ളാഹ്, പ്രകാശമാണ്, ഇരുട്ടല്ല. ആരും ഇരുട്ടിൽ തപ്പേണ്ടതില്ല. എല്ലാവർക്കും വെളിച്ചം നൽകുന്ന ഒരു പടച്ചോൻ. അതാണ് ആ പടച്ചോന്റെ പ്രത്യേകത. ആ പടച്ചോനിലേക്കാണ് ക്ഷണിക്കേണ്ടത്. ആ പടച്ചോന്റെ പ്രത്യേകത നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശത്തിന് എന്തുമേൽ പ്രകാശം, എത്രമേൽ വലിയ പ്രകാശം എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചോൻ യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. പക്ഷെ പ്രകാശമുണ്ട് ഇവിടെ. പ്രകാശം വിശാലമാണ്. നല്ല പ്രപഞ്ചം പ്രക്ഷോഭിതമായി, അതല്ലെങ്കിൽ നല്ല പ്രഭ പരത്തുന്ന പ്രകാശമുണ്ട്. അതാണ് പടച്ചോൻ. പക്ഷേ യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന ചിലർക്ക് അതിലേക്ക് കടന്നു വരാൻ കഴിയൂ. അള്ളാഹ് ഉദ്ദേശിക്കണം. ആ അള്ളാന്റെ ഉദ്ദേശം കിട്ടാനുള്ള പണിയെടുക്കണം. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ അള്ളാന്റെ ഉദ്ദേശത്തിലേക്ക് നമ്മൾ ആളുകളെ എത്തിക്കാനുള്ള വഴികൾ നമ്മൾ തേടണം. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അതാണ് വേണ്ടത് എന്നതാണ് ഖുർആന്റെ സൂചന. ആ രീതിയിൽ പടച്ച തമ്പുരാനെ നമുക്ക് കാണാൻ കഴിയണം. എങ്കിൽ ആ പ്രകാശം കിട്ടിയതനുസരിച്ച് പ്രവർത്തിക്കാനും കൂടെ നമുക്ക് കഴിഞ്ഞാൽ ഭാഗ്യവാന്മാരാണ്. അള്ളയുണ്ട്, വിശ്വാസമുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നിടത്ത് പിന്മാറിപ്പോകാൻ പാടില്ല ഒരു വിശ്വാസി. അവിടെയാണ് നാം സൂക്ഷിക്കേണ്ടത്. സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ ഫത്തബിഅഹാ വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. അല്ലാഹ് പറഞ്ഞ വാക്യം അതാണ്.
അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അള്ളാന്റെ പ്രകാശം ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ, അള്ളാനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ പ്രകാശത്തിനനുസരിച്ച് പണിയെടുക്കാൻ കഴിയണം. അതാണ് ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട ഏറ്റവും പ്രത്യേകത. തെളിഞ്ഞ മാർഗത്തിലായി ഇപ്പോ നമ്മൾ ഉള്ളത്. റസൂലിനോട് പറഞ്ഞതാണ്, നമ്മളോടും പറഞ്ഞതാണ്. നമ്മളിപ്പോ തെളിഞ്ഞ മാർഗത്തിലാണ്. പടച്ചോനെ തിരിച്ചറിയാനുള്ള ഒരു വേദിയിൽ നമ്മൾ ഇരിക്കുന്നുണ്ട് എല്ലാവരും. പടച്ചോനെ കുറിച്ച് പഠിക്കാനുള്ള വേദിയും ഭാഗ്യവും ലഭിച്ചവരാ നമ്മൾ. വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓതുന്നവരും പഠിക്കുന്നവരുമാണ് നമ്മൾ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് തെളിഞ്ഞൊരു വഴിയിലാണ് നമ്മൾ. അതുകൊണ്ട് ഫത്തബിഅഹാ, ആ വഴിയെ നീ പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അള്ളാന്റെ നല്ല സൂചനകളാണ്. വലാ തത്തബിഅ അഹ്വാഅല്ലദീന ലാ യഅലമൂൻ, വിവരം കെട്ടവരുടെ വാദവും പ്രവർത്തനങ്ങളും അവരുടെ ശൈലിയും അവരുടെ സമ്പത്തിന്റെ മഞ്ഞളിപ്പും അതിന്റെ ഒക്കെ ഒരു പളപളപ്പും കണ്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കണ്ണു തിരിക്കാൻ പോണ്ട. വളരെ കൃത്യമാണ് ആശയം, വളരെ കൃത്യമായി പടച്ചോൻ പറയുന്നു. അതുകൊണ്ടൊരു വിശ്വാസിക്ക് അള്ളാനെ പിടിച്ചു കഴിഞ്ഞാൽ, അള്ളാനെ മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു വഴികളിലേക്ക് പോകാത്ത വിധം അവൻ ഉറച്ചു നിൽക്കേണ്ട ബാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ടതിൽ. മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും പടച്ച തമ്പുരാന്റെ ഈ വഴിയിലല്ല നടക്കുന്നത് എന്നത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ ഒരാവർത്തി നമ്മൾ വായിച്ചു നോക്കിയാൽ ആ വായിച്ചത് ഞാൻ മുസ്ലിമാണോ എന്ന് എന്നെ കുറിച്ച് ബോധ്യപ്പെടാൻ എനിക്ക് കഴിയണം. ആ വിശുദ്ധ ഖുർആന്റെയും പ്രവാചകന്റെ ചര്യയും വായിച്ചു നോക്കുമ്പോൾ ആ ഖുർആനിനും റസൂലിന്റെ ചര്യക്കും എതിരായി സഞ്ചരിക്കുന്ന മുസ്ലിം ലോകം ഇന്ന് വ്യാപകമാണ്. അതുകൊണ്ട് അള്ളാന്റെ സൂചന, വലാ തത്തബിഅ അഹ്വാഅല്ലദീന ലാ യഅലമൂൻ, വിവരം കെട്ടവരുടെ വഴിയിലേക്ക് പോകാൻ ശ്രമിക്കരുത്. കാരണം പലതും പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസത്തെ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിശ്വാസത്തിനകത്ത് കയറിക്കൂടിയിട്ട് ഇതിന് നാശങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്നും മറ്റും പറഞ്ഞും പേടിപ്പിച്ചും ഒറിജിനൽ വിശ്വാസികളെന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് പോലും വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമായി കാണണമെന്നാ പറഞ്ഞത്. ആ രീതിയിലുള്ള സൂചന ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ഗൗരവമാവണം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നവരൊക്കെ ദഅവത്ത് നടത്തേണ്ടവരാണ്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അതിന് ബാധ്യതയുണ്ട്. നമ്മുടെയൊക്കെ ബാധ്യത അതാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ദഅവത്ത് നടത്തേണ്ടവരാണ്. നമ്മുടെ അയൽപക്കത്ത് ദഅവത്ത് നടത്തേണ്ടവരാണ്. നമ്മളെ കണ്ടിട്ട് നമ്മുടെ അയൽവാസി വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വിശ്വാസികളാണെങ്കിൽ തന്നെ അവരുടെ അപജയങ്ങളിൽ നിന്ന് അവർ പിന്മാറണം. അത് നമുക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ വേദനിക്കുന്ന ഘട്ടങ്ങളാ. ഒരുത്തന്റെ വിശ്വാസം, ആ വിശ്വാസത്തിന് എതിരായോ ആ ആചാരത്തിനും അനുഷ്ഠാനത്തിനും എതിരായോ ജീവിക്കുന്നവരെ കാണുമ്പോൾ പ്രവാചകന് വല്ലാത്ത വെപ്രാളമുണ്ടായിരുന്നു, ബേജാറുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ല യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. പ്രവാചകരെ, താങ്കളുടെ മുഖം, താങ്കളുടെ രീതിയൊക്കെ കാണുമ്പം പേടി തോന്നുന്നു. താങ്കളുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു പോകുമോ എന്ന്. എന്താ കാരണം? അപ്പുറത്തുള്ള ആളുകളെ നോക്കി അവരുടെ വിശ്വാസമില്ലായ്മ, അവരുടെ അരാജകത്വം, അവരുടെ പാപ്പരത്വം കണ്ടിട്ട് ബേജാറായിട്ട്, റസൂലിന് അത് ബേജാറായിരുന്നു എന്നാണ്. കാരണം തിരിഞ്ഞു നടക്കുന്നവർ, വിശ്വാസമില്ലാത്തവർ, ഇത്തരത്തിലുള്ള അപജയങ്ങളിലൂടെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ റസൂലിന് വല്ലാത്ത ബേജാറായിരുന്നു. നമുക്ക് തോന്നുന്നുണ്ടോ? അവിശ്വാസികളെ കാണുമ്പോ നമുക്ക് തോന്നുന്നുണ്ടോ? അക്രമികളെ കാണുമ്പോ നമുക്ക് തോന്നുന്നുണ്ടോ? ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലും കൂട്ടത്തിലും സമൂഹത്തിലും നാട്ടിലുമൊക്കെയുള്ള ആളുകളെ കാണുമ്പോൾ ഒരു പ്രയാസമെങ്കിലും ഉണ്ടോ? ഉണ്ടാവണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. റസൂലിന് അത് വല്ലാത്ത വേദനയുണ്ടായിരുന്നു. നമുക്കും ആ വേദനയുണ്ടാവണം. കാരണം നമ്മളൊരു പ്രകാശം കിട്ടിയവരാണ് എങ്കിൽ ആ പ്രകാശം മറ്റുള്ളവർക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ആ രീതിയിൽ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും അതിന് സമയം ചെലവഴിക്കുകയും ആ രീതിയിൽ അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറാവുകയും സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ടാവണം എന്നതാണ്. ഒന്നുകൂടെ, നമ്മൾ അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരു വഴിയിൽ നമ്മൾ കടക്കുന്നില്ല എങ്കിൽ, നമ്മളോ ആ വഴിയിൽ നിന്ന് വിടുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പാതയൊരുക്കുന്നതിൽ നമ്മൾ അമാന്തം കാണിക്കുകയും ചെയ്താൽ ഒരു വലിയ നഷ്ടം നമുക്കുണ്ടായിത്തീരും. ഒരു വലിയ അപകടം നമ്മൾ മണത്തറിയേണ്ടി വരും. അതാണ് ഇന്ന് പല അപജയങ്ങൾക്കും കാരണം. മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരാജയത്തിന്റെ ഒരു കാരണം അത് തന്നെയാണ് എന്ന്. വലൗലാ അൻ തബ്ബത്നാക ലഖദ് കിദ്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ ഇദൻ ലഅദഖ്നാക ളഅഫൽ ഹയാതി വളഅഫൽ മമാത് ثم لا تجد لك علينا نصيرا.
നിന്നെ ഈ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ അത്തരം ആളുകളിലേക്ക്, അത്തരം വിശ്വാസത്തിലേക്ക് ചായ്ഞ്ഞു പോകാൻ സാധ്യതയുണ്ടായേനെ. റസൂലിനോട് നോക്കൂ, നിങ്ങൾ റസൂലിനോട്. നമുക്കും തോന്നുന്നു, നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പലരെയും പല രീതിയും പല സ്ഥാപനങ്ങളും പല സംവിധാനങ്ങളും കാണുമ്പോൾ അതാണ് ശരി, അതിലേക്കൊന്ന് അടുത്ത് നിന്ന് അവരോടൊപ്പം നിൽക്കണോ എന്ന് തോന്നുന്ന മാനസികാവസ്ഥയാണ് ആ ചോദ്യം ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ തെളിഞ്ഞ മാർഗം പാത കൃത്യമായി നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളും സ്ഥാപനങ്ങൾ കൊണ്ടും തെളിഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് ശരിയായിരിക്കുമോ, അതല്ലെങ്കിൽ അയാളാണോ ശരി, അവരാണോ ശരി, അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ എന്തോ പ്രശ്നമുണ്ടോ എന്ന് സംശയമുണ്ടാകുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ ചോദിക്കുന്നത്, എങ്കിൽ ജീവിതത്തിലും മരണത്തിലും ഇരട്ടി നാം നിനക്ക് ശിക്ഷ നൽകുമായിരുന്നു. നീ എങ്ങാനും അത് ശരി, അതാണ് ശരി, ആ വഴിയിലേക്ക് നടക്കണം എന്ന് നിനക്ക് തോന്നി, നീ നിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ, നീ നിന്റെ ബാധ്യത നിർവഹിക്കാതെ നീ ജീവിക്കുകയും കൂടി ചെയ്തിരുന്നുവെങ്കിൽ അതൊരു വലിയ നഷ്ടം നിനക്കുണ്ടാക്കി വെക്കുമായിരുന്നു. മാത്രമല്ല പിന്നീട് നിന്നെ രക്ഷിക്കാനുള്ള ഒരു സഹായിയെ നീ കണ്ടെത്തുകയും ഇല്ലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി നമ്മെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഈ വിശ്വാസത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത് എങ്കിൽ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസിയുടെ ലോകത്തിൽ വിശ്വാസിയുടെ രീതിയിൽ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു, വിശ്വാസിയുടെ മാതാപിതാക്കൾക്കുടെ മക്കളായി മാറാൻ നമുക്ക് സാധിച്ചു. ഇതുപോലെ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് കൂടാനും കേൾക്കാനും പഠിക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി ശിക്ഷയാണ്. അതാണ് പേടി, ഇരട്ടി ശിക്ഷയാണ്. ആ ഇരട്ടി ശിക്ഷ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കിത് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ പിന്തിരിഞ്ഞു നടക്കുന്നു എന്ന്. റസൂലിന്റെ ഭാര്യമാരോട് അള്ളാഹുവിൻ വിശുദ്ധ ഖുർആൻ ഇറക്കുന്ന വാക്യം നോക്കൂ, യാ നിസാ അന്നബി മൻ യഅതി ബിഫാഹിശത്തിൻ മുബയ്യിന യുളാഫ് ലഹുൽ അദാബു ദിഫൈൻ വകാന ദാലിക അലല്ലാഹി യസീർ. നബിയുടെ ഭാര്യമാരെ, നിങ്ങളെങ്ങാനും തിന്മ ചെയ്താൽ, നോക്കി നിങ്ങൾ, അത് നമ്മോട് സൂചനയാണ്. വിശ്വാസികളായ ആളുകൾ വിശ്വാസം മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ട് വീണ്ടും തിരിഞ്ഞു നടക്കുകയാണെങ്കിൽ ഇരട്ടി ശിക്ഷയാ നിങ്ങൾക്കുണ്ടാവുക എന്നത്. ഇതൊക്കെ കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ നന്നാക്കണം, നമ്മുടെ സമൂഹത്തെ നന്നാക്കണം. അതിനുള്ള വഴികൾ ഖുർആനിന്റെ വെളിച്ചമാണ്, പ്രകാശമാണ്, അള്ളാഹുവിന്റെ പ്രകാശമാണ്. ആ പ്രകാശം ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രക്ഷോഭിതമായി തുറന്നു കൊടുക്കുകയും അങ്ങനെ അവരെ കൂടി വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വിഷയം, ഒരു വിശ്വാസം, ഒരു ജീവിതക്രമം കെട്ടിപ്പടുക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അതാണ് ദഅവത്ത് എന്ന് മനസ്സിലാക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുന്നു. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുളാഇഫു ലഹു അദ്ആഫൻ കതീറ. ആരാണ് പടച്ച തമ്പുരാന് നല്ല കടം കൊടുക്കാൻ തയ്യാറുള്ളവർ? ഇത് ഒരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടിയായി, ധാരാളം ഇരട്ടിയായി നിങ്ങൾക്ക് തരും എന്നത്. ഇവിടെ നമ്മളെല്ലാം ഒന്ന് മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അള്ളാഹു തന്നതിൽ നിന്നാണ് കടം ചോദിക്കുന്നത്. അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യം, അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത്, അള്ളാഹു നമുക്ക് തന്ന ഇൽമ്, വിവരം, വിജ്ഞാനം, അള്ളാഹു നമുക്ക് തന്ന സംവിധാനങ്ങൾ, ഈ സംവിധാനങ്ങളിൽ നിന്ന് അള്ളാഹ് ഒന്നുകൂടെ കടം ചോദിക്കുകയാണ്. എന്തൊരു ചോദ്യമാണത്? എന്തിനാ അള്ളാഹ് അങ്ങനെ ചോദിക്കുന്നത്? ചോദിക്കുക തന്നെയാണ്. നമ്മുടെ മനസ്സൊന്നറിയാൻ, കൊടുക്കുവോ, തുറന്നിടുവോ, നമ്മുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്നൊരു ഭാഗം, നമുക്ക് അറിയുന്ന കഴിവും മികവും നമ്മുടെ ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതാ സമൂഹത്തിന് വിശ്വാസത്തിന്റെ മാർഗത്തിൽ അതുപോലെ തന്നെ ധാർമ്മിക വശങ്ങൾക്കൊക്കെ എന്റേതായ ഒരു വിഹിതം അള്ളാഹ് ചോദിച്ചതാ, കടം ചോദിച്ചതാ. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും തരാൻ തയ്യാറുണ്ടോ എന്നാ ചോദ്യം. തന്നാൽ എന്താ ഉത്തരം? അതിന് പ്രതിഫലം യുളാഇഫു ലഹു അദ്ആഫൻ കതീറ. അല്ലാഹ് പറയാ ഒരുപാട് ഇരട്ടി, കുറച്ചൊന്നല്ല. നിങ്ങൾ സാധാരണ 1 1 അല്ലെങ്കിൽ 1 10 ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച അതല്ല. അല്ലാഹ് പറഞ്ഞു അദ്ആഫൻ കതീറ, ധാരാളം ഇരട്ടി തരും. കണക്കൊന്നുമില്ല. എത്ര തരിക, എങ്ങനെ തരിക എന്നൊന്നും അറിയില്ല. അത് നമ്മൾ നന്നായി സൂക്ഷിക്കണം, നന്നായി കൊടുക്കണം, മനസ്സറിഞ്ഞ് പണിയെടുക്കണം. അതാണ് അതിന്റെ അർത്ഥം. മനസ്സറിഞ്ഞ് ചെലവഴിക്കണം,
മനസ്സറിഞ്ഞ് ഈ ദഅവത്തിന്റെ ഇതൊക്കെ ദഅവത്താണ്, ഇതൊക്കെയാണ് വഴികൾ. ഈ രീതി പടച്ചവന് ഇഷ്ടപ്പെട്ട, പടച്ച തമ്പുരാൻ വെറുക്കാത്ത തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ഇതൊരു പോളിസിയാണ് വിശ്വാസിയുടെ. നന്മയിൽ സഹകരിക്കണം, തിന്മയിൽ സഹകരിക്കുകയും ചെയ്യരുത്. ഇത് നമുക്ക് എല്ലാ വിഷയത്തിലുമാണ്. നന്മയിൽ ഒന്നാമതായി നിൽക്കുന്നത് വിശ്വാസമാണ്, അനുഷ്ഠാനമാണ്, ആചാരമാണ്. അത് തെറ്റിയാൽ ഒരു മനുഷ്യൻ ആകെ തെറ്റിപ്പോകും. അതുകൊണ്ട് ഒന്നാമതുമായി പണിയെടുക്കേണ്ടത് ഇതിന്റെ വഴിയിൽ, ഈ വഴിയിലേക്ക് എന്താണോ നമ്മൾ ചെലവഴിക്കേണ്ടത് അത് തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ടൊക്കെ അതുമായി ബന്ധപ്പെട്ടതൊക്കെയും നന്മകളാണ്. നോക്കൂ നിങ്ങൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബോധമുണ്ടാവണം. കാരണം നമ്മൾ നല്ല വഴിയിൽ നടക്കുക എന്നത് അവിശ്വാസികളോ അതല്ലെങ്കിൽ അധർമ്മകാരികളോ അക്രമകാരികളോ ആയ ആളുകൾ ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. നല്ലതിലേക്ക് വഴി നടക്കുകയും നല്ല പണിയെടുക്കുകയും നല്ലതിനു വേണ്ടി മുന്നിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലും നിരുത്സാഹപ്പെടുത്തി പിന്നാക്കം വലിപ്പിക്കുന്ന ഒരു പ്രവണത ഖുർആൻ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. വദ്ദു ലൗ തക്ഫുറൂന കമാ കഫറു ഫതകൂനു സവാഅൻ ഫലാ തത്തഖിദു മിൻഹും ഔലിയാ. ഖുർആൻ സൂചിപ്പിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ്. അവരുടെ ആഗ്രഹം എന്താണെന്നറിയോ? അവിശ്വാസികളായ ഇത്തരം അധർമ്മകാരികളായ ആളുകൾ അവരുടെ ആഗ്രഹം അവരെ പോലെ ഇവരുമായിരുന്നെങ്കിൽ, അവരെ പോലെ ഞാനേതായാലും തോന്നിയാസിയായി, ഞാനേതായാലും ബടക്കായി, എന്റെ വിശ്വാസം ഏതായാലും തകർന്നുപോയി, എന്നാൽ അവനും അങ്ങനെ ആവണം, അവനെ ഞാൻ അങ്ങനെ നല്ലൽക്കൊന്ന് നടക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പിൻവലിക്കുന്നവരാണവർ. അതാണ് അവരുടെ ആഗ്രഹം. അവിടെ ഖുർആൻ നമ്മോട് സൂചന തരുന്നത് ഫലാ തത്തഖിദൂ മിൻഹും ഔലിയാ, അങ്ങനെ ഒരുത്തനെ പോലും കൂട്ടാളിയായി നീ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ നിന്നെ പിന്തിരിപ്പിക്കുന്നവരാരുണ്ടോ, നിന്നെ സഹായിക്കുന്നവർ, നിന്നെ രക്ഷപ്പെടുത്തുന്നവർ, നിന്റെ രക്ഷാമാർഗത്തിൽ ഒപ്പം നിൽക്കുന്നവർ, നിന്നെ കൂടെ ആ വഴിയിലേക്ക് നിന്നെ മുന്നിലേക്ക് കൊണ്ടുവരുന്നവരുടെ കൂടെ നിനക്ക് നിൽക്കാം. അല്ലാതെ നിന്നെ പിന്തിരിപ്പിക്കുന്ന ഈ ഒരു നല്ല വഴിയിൽ നിന്ന് നിന്നെ പിന്നാക്കം വലിപ്പിക്കുന്നവരുടെ കൂടെ നീ എത്തിപ്പെടരുതേ എന്ന് വിശുദ്ധ ഖുർആൻ. ഫത്തബിഉ വലാ തത്തബിഉ സുബുല, നീ അള്ളാന്റെ മാർഗത്തിൽ നീ പിന്തുടരുക, അല്ലാത്ത മാർഗങ്ങളിൽ നീ പിന്തുടരാൻ പാടില്ല. ആ പിന്തുട ഖുർആൻ ഞാൻ ഓതി വെച്ച ആയത്ത് സൂചിപ്പിക്കുന്ന വചനമാണ് ഞാൻ ഓതി. വഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ഏറ്റവും ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട, മനസ്സിരുത്തി വാഴിക്കേണ്ട ഒരു വാചകം അല്ലാഹു സുബ്ഹാനഹു വ തആല വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. നമ്മളിപ്പോ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വ്യക്തവും ഏറ്റവും കൃത്യവും ഏറ്റവും ശരിയായതുമായ പാത. അതുകൊണ്ട് ആ പാതയിൽ ഫത്തബിഊഹു, നീ പിന്തുടരുകയും പിൻപറ്റി ജീവിക്കുകയും ചെയ്യണം എന്ന്. വലാ തത്തബിഉ സുബുല, അതല്ലാത്ത ഒരുപാട് വഴികൾ നീ കണ്ടേക്കാം, ഒരുപാട് മാർഗങ്ങൾ, എന്തിലും ഏതിലും അഭിപ്രായങ്ങൾ, ഏതിലേക്ക് പോയാലും അത് ശരി ഇതും ശരി എന്നൊക്കെ പറയുന്ന പല വഴികളും നീ കണ്ടേക്കാം. എങ്കിൽ ഫതഫറക ബികും, അതുകൊണ്ട് അൻസബീലിഹി, അള്ളാന്റെ വഴിയിൽ നിന്ന് നീ ചിന്നിച്ചെതറും, നീ പിന്മാറപ്പെടും. അതല്ലെങ്കിൽ നിനക്ക് ഫറക്കുണ്ടാകും, നിനക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ അതുവഴി ഉണ്ടാകും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അതാണ് അള്ളാഹു നമുക്ക് നൽകുന്ന, നിനക്ക് നൽകുന്ന ഉപദേശം, നിനക്ക് നൽകുന്ന വസിയ്യത്ത് എന്ന്. അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് നന്മയുടെ പാത തെരഞ്ഞെടുക്കാനും നന്മയിൽ മുന്നിൽ നിൽക്കാനും തയ്യാറാവുക എന്നതാണ്. മാത്രമല്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഖുത്ബത്തുൽ വിദാഇൽ അവസാനത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ, ജനങ്ങളോടായി പറയാൻ വേണ്ടി പറഞ്ഞ വാക്യമുണ്ട്. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ. ഇന്ന് ഇവിടെ കേട്ടവർ ഇനി കേൾക്കാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ, ഇതൊരു ദൗത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബികൾ എവിടെയാണോ എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നത് അങ്ങോട്ടേക്ക് പിന്നെ അവർ ഓടിപ്പോയി എന്നതാണ്. എന്നിട്ട് അവിടെ അവർ പ്രബോധനം നടത്തി എന്നതാണ്. അവരുടെ പ്രബോധനത്തിന്റെ ഒരു മാർഗവും ഒരു ഭാഗവുമാണ് കേരളക്കരയിലെ നമ്മളിപ്പോ എത്തി നിൽക്കുന്ന ഈ സുന്ദരമായ പ്ലാറ്റ്ഫോം എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് വരാനിരിക്കുന്ന പിന്തലമുറക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള ദൗത്യവും നമുക്കുണ്ട്. അതിന്റെ ഋജുവായ വഴിയിലൂടെ കൊടുക്കാനുള്ള വഴിയും നമ്മുടെ ഭാഗമാണ്, നമ്മുടെ ബാധ്യതയാണെന്ന് തിരിച്ചറിയുകയും മാത്രമല്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ദല്ല അലാ ഖൈർ, ഒരാൾ ഒരു നന്മ ഒരുത്തന് പറഞ്ഞു കൊടുത്താൽ ഫലഹു അജ്റു മിസ്ല അജ്രി ഫാഇലിഹി, ആ പണി, ആ നന്മ അയാൾ എത്ര കാലം അവരിൽ നിന്ന് ആരൊക്കെ അത് കേട്ടുപഠിച്ചോ അവരൊക്കെ ചെയ്യുന്നതിന്റെ പുണ്യത്തിന്റെ അതേ പുണ്യം
നിനക്കുമുണ്ട് ട്ടോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നമ്മുടെ ഒരു ഉത്തരവാദിത്വവും നമുക്ക് കിട്ടാനിരിക്കുന്ന നന്മയുടെ ഏറ്റവും വലിയ വ്യാപ്തിയുമാണ്. ഒരു പ്രബോധകന് നമ്മുടെ ജീവിതം കൃത്യമായി ധന്യമായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യന്, ഒരു കുടുംബനാഥന് അയാളുടെ മാതൃകാപരമായ ജീവിതം കണ്ട് അവരുടെ മക്കൾ, മക്കളുടെ മക്കൾ, പേരമക്കൾ, നാട്ടുകാർ, അയൽവാസികൾ, സമൂഹത്തിലുള്ളവർ ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ആ പാത പിന്തുടർന്നും അവർ ജീവിച്ചാൽ അവർക്കൊക്കെ കിട്ടുന്ന പുണ്യം പോലെ ഒരു പുണ്യം അയാൾക്കുമുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ദഅവത്തിന്റെ മേഖല എത്രത്തോളം വ്യാപകമാണ്. തിരിച്ചുമുണ്ട്. അയാൾ ഒരു തിന്മയാണ് പ്രചരിപ്പിക്കുന്നത്, അയാൾ ഒരു തിന്മയാണ് പഠിപ്പിച്ചു കൊടുത്തത്. ആ തിന്മക്ക് അയാൾക്ക് കിട്ടുന്നത് പോലെ അതാരൊക്കെയാണോ ആ തിന്മ ചെയ്യുന്നത് അവർക്കൊക്കെ കിട്ടുന്ന ശിക്ഷ അതുപോലത്തെ ഒരു ശിക്ഷ നിനക്കുമുണ്ട് കേട്ടോ എന്ന വലിയ ഗൗരവമായ വിഷയം ഇതോടൊപ്പം നാം ചേർത്തി വായിക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ ഒരു ഉത്തരവാദിത്വത്തിന്റെ വ്യാപ്തി നാം മനസ്സിലാക്കേണ്ടത്. ഈ രീതിയിൽ പടച്ച തമ്പുരാന്റെ മാർഗത്തിലുള്ള പണിയെടുക്കലും അതനുസരിച്ചുള്ള ജീവിക്കലും ആളുകളെ ഈ വഴിയിലേക്ക് കൊണ്ടുവരലും അങ്ങനെ സുരക്ഷിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ ലോകത്തും പരലോകത്തും നാം തയ്യാറാവുന്ന ഒരു പരിശ്രമത്തിന്റെ വഴിയിലാവട്ടെ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം. ഒരു പുതുയുഗം പിറന്നു, ഒരു പുതുവർഷം പിറന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നിയ്യത്തെടുത്തുകൊണ്ട് വളരെ കൃത്യമായ ധാരണയോടുകൂടി എന്റെ ഇനിയുള്ള ജീവിതം രാപ്പകലുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ തന്നെയാണ്, എന്റെ സമ്പത്തും അങ്ങനെയാണ് ഞാൻ ചെലവഴിക്കുക എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി മുമ്പോട്ട് പോകാനുള്ള ഒരു നിയ്യത്തും അതനുസരിച്ചുള്ള പ്രവണതയും പ്രവർത്തനവുമായി മുമ്പോട്ട് പോവുക. സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ റഹ്മാനായ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അവർക്കൊക്കെയും എല്ലാ നിലക്കുമുള്ള ആശ്വാസവും സമാധാനവും അവരുടെയൊക്കെ ജീവിതത്തിന്റെ വഴികളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെയുള്ളത് അതൊക്കെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള തൗഫീക്കും അവർക്കൊക്കെയും ഞങ്ങൾക്കൊക്കെയും നീ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കിടക്കുന്നവർക്ക് രോഗം ശിഫയാക്കി കൊടുക്ക്, സമാധാന ജീവിതം നൽകി അവരെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അടങ്ങുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗ ലോകത്ത് ഞങ്ങളെയും അവരെയും ഒരുമിച്ച് കൂട്ടണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات للأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله.